ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജന്റെ ആത്മകഥാ വിവാദം ചർച്ചയായി. യോഗത്തിൽ ഗൂഢാലോചനാവാദം EP ആവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, നേരത്തെ ചോദിച്ചപ്പോഴെല്ലാം EP പറയുന്നത് താൻ ആത്മകഥ എഴുതുന്നുണ്ട്, പക്ഷേ പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ അത് ആസൂത്രിതമായി ഉണ്ടായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ്. അത് തന്നെയാണ് പാർട്ടിയോടും EP പറയുന്നത്. രജീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിലുണ്ടായിട്ടുള്ള EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദം അത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ EP-യുടെ വിശദീകരണം എന്താണ് അത് തേടുകയാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് എന്താണോ പറഞ്ഞത് അത് ആവർത്തിക്കുകയാണ് EP ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഗൂഢാലോചനയാണെന്നാണ് EP ജയരാജന്റെ പ്രധാനപ്പെട്ട കാര്യം. അത് EP ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ആവർത്തിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഈ ആത്മകഥ താൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തെ EP ജയരാജൻ അറിയിച്ചിട്ടുണ്ട്. പുറത്തു വന്നത് താൻ എഴുതിയ ഭാഗങ്ങളല്ല എന്ന് നേരത്തെ പറഞ്ഞ കാര്യവും EP ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും പറഞ്ഞു. അതായത് പുതിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. നേരത്തെ മാധ്യമങ്ങളോട് എന്താണോ വിശദീകരിച്ചത് അത് ആവർത്തിക്കാനാണ് EP സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള വിശദീകരണമാണ് EP-യുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഇതൊരു ഗൂഢാലോചനയാണ്. ഇക്കാര്യത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളല്ല പുറത്തു വന്നത് എന്ന കാര്യമാണ് EP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു വലിയ വിശദമായ ചർച്ചയിലേക്ക് CPIM ഇപ്പോൾ കടന്നിട്ടില്ല. ആദ്യഘട്ടം എന്നോണം EP-യുടെ വിശദീകരണം എന്താണെന്ന് തേടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിശദമായ ചർച്ച സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സൂചന. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുള്ള സാഹചര്യമായതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒരു വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല എന്ന തീരുമാനം CPIM-ലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ചർച്ച CPIM-ൽ ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടം എന്നോണം EP-യുടെ വിശദീകരണം തേടി. EP പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ആവർത്തിച്ചു. അതിനപ്പുറത്തേക്ക് EP ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഗൂഢാലോചനയുണ്ട്, താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല പുറത്തു വന്നത്, ഒപ്പം താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് EP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചിട്ടുള്ളത്. രുചീഷ്. അർജുൻ, അതോടൊപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നത് വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം പാർട്ടി കാണുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രുചീഷ്, അത് തീർച്ചയായും പ്രത്യേകിച്ച് നേരത്തെയും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധി EP ജയരാജനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പൂർണ്ണമായും ഒരു പിന്തുണ CPIMന്റെ ഭാഗത്തുനിന്ന് EP-ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പരിപൂർണമായിട്ടുള്ള നിരുപാധികമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഒരു പിന്തുണ EP-ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതായത് ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് EP പറയുകയാണ്. പക്ഷേ ഈ ഗൂഢാലോചന എന്താണെന്ന് EP തന്നെ വിശദീകരിക്കട്ടെ എന്നായിരുന്നു CPIMന്റെ നയം. ഇക്കാര്യം EP തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി എന്ന നിലപാട് പാർട്ടി നേതൃത്വം സ്വീകരിച്ചു. ഇക്കാര്യത്തിൽ പാർട്ടി തലത്തിൽ ഒരു കടുത്ത അതൃപ്തി എന്തായാലും ഉണ്ട്. ഇതാദ്യമായിട്ടല്ല EP ഈ തരത്തിൽ പാർട്ടിയെ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത്. അത് വലിയ രീതിയിലുള്ള അമർഷം പാർട്ടി നേതൃത്വത്തിന്, പ്രത്യേകിച്ച് MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഉണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം. ഈ വിവാദമുണ്ടായി കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനിടയ്ക്ക് തന്നെ പാർട്ടി അത്തരത്തിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാധാരണ ചേരുന്ന യോഗമാണ്. പക്ഷേ അതിൽ തന്നെ ഒരു വിശദീകരണം തേടുന്ന തരത്തിലേക്ക് CPIM കടക്കുന്നത്. പക്ഷേ EP അക്കാര്യത്തിൽ കുറെ കൂടി കോൺഫിഡൻസ് ആയിട്ട് ഇന്ന് വരികയും ചെയ്തു. സാധാരണ ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം EP യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന നേതൃയോഗങ്ങളിലൊന്നും EP ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി EP ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇന്നത്തെ യോഗത്തിന് എത്തിയത്. അതിൽ പക്ഷേ പുതിയ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. EP നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തായാലും CPIM ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന CPIMന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അത് പക്ഷേ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുള്ള പശ്ചാത്തലത്തിൽ നിലവിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പുതിയൊരു വാർത്ത വന്ന് അത് വിവാദമായി പിന്നീട് വീണ്ടും പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് ഇപ്പോൾ പാർട്ടിയെ കൊണ്ടെത്തിക്കേണ്ടെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഒരു വിശദമായ ചർച്ചയിലേക്ക് CPIM കടക്കാതിരുന്നത്. പക്ഷേ അടുത്തയാഴ്ച CPIM സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോഴേക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയും. അതുകൊണ്ട് തന്നെ അടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ഏറെ നിർണായകമാണ്. EP-ക്കും അക്കാര്യത്തിൽ ഒരു വിശദമായ ചർച്ച പാർട്ടിയിൽ ഉണ്ടാകും. അതിനുശേഷം ഈ വിവാദം CPIM പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ EP-ക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് CPIM കടക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. രുചീഷ്. ശരി അർജുൻ.